ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദുബായിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ്സും പിന്നെ അത് എങ്ങനെ നമുക്ക് കിട്ടും, അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായിൽ ജോലി കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ദുബായിൽ ചെന്നിട്ട് അവിടുത്തെ സൈറ്റുകളിൽ ത്രൂ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് റെഫറൻസ് വഴിയൊക്കെ ഓഫീസുകളിൽ പോയിട്ട് CV കൊടുക്കുക എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും മെജോറിറ്റി ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു CV ആണ് നമുക്ക് വേണ്ടത്. അപ്പം അതെല്ലാവരും ആദ്യം തന്നെ അതാണ് തയ്യാറാക്കേണ്ടത്. അപ്പം അതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു CV തന്നെയാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യത്തിനെ പറ്റിയിട്ട് അത് നമ്മൾ ഏത് കമ്പനിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ കമ്പനീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതിന് മുമ്പായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 2025 ദുബായിൽ നിരവധി അവസരങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഇഷ്ടം പോലെയാണ് ദുബായിലുള്ളത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ യുഗമാണ്, ജനറേഷനാണ്, ഇപ്പം ആണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ജോലി എന്ന് പറയുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് AI സ്പെഷ്യലിസ്റ്റുകളെയാണ്. അപ്പം നമുക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ്, മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഒരു PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്ന. അതുമാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്, ആ ജോലിക്ക് ആവശ്യമായ സ്കിൽസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണ്. അപ്പം ഈ സ്കിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഇതിന് ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്, ദുബായിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 50,000 to 35,000 പെർ മന്ത് ആണ്. അതായത് 15,000 AED മുതൽ ദർഹം മുതൽ 35,000 ദർഹം വരെയാണ് നിങ്ങൾക്ക് ഇപ്പം അവിടെ കിട്ടുന്ന ഒരു ആവറേജ് സാലറി. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വേരി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴും IT-കാർക്ക് അല്ലെങ്കിൽ CS റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ജോലി ഇഷ്ടം പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ദുബായ്. പല രാജ്യത്തു നിന്നുള്ള, യൂറോപ്പിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ്. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് എൻജിനീയേഴ്സിന് വേണ്ട ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ PHP, CPP, അതുപോലെ ജാവാസ്ക്രിപ്റ്റ് ഇതുപോലെ ഉള്ളവർക്കൊക്കെ ഒരു പ്ലസ് ആയിരിക്കും. ഇതൊക്കെയാണ് അവർ വേണ്ടി വരുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 12,000 AED മുതൽ 30,000 AED വരെയാണ് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് എൻജിനീയേഴ്സിന് വരുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ച് വേരി ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ഹെൽത്ത് കെയർ ആൻഡ് പ്രൊഫഷണൽസ് ആണ്. അതൊക്കെ അറിയാം, അത് ഹൈലി ഡിമാൻഡഡ് ജോബ്സ് ആണ്. എവിടെയും ലോകത്തെമ്പാടും ഉള്ള ഒരു ഹൈലി ഡിമാൻഡഡ് ജോബാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പം ദുബായിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിമാൻഡഡ് ആണ്. കാര്യം ഇപ്പോഴത്തെ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ യൂറോപ്പിലേക്കും മറ്റ് കൺട്രീസിലേക്കൊക്കെയാണ് പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ദുബായിൽ തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കൺട്രീസിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അത്രയ്ക്ക് ജോലി ആവശ്യമുള്ളൊരു മേഖല തന്നെയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സുമാർ എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഹെൽത്ത് കെയറിനെ പറ്റിയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഗ്രി, അറിയാലോ MD കാര്യങ്ങളൊക്കെ ഉള്ളത്, അതൊരു അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരിക്കണം. അതിനെപ്പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 25,000 AED തൊട്ട് 18,000 AED ആണ്. 25,000 ദർഹം മുതൽ 80,000 ദർഹംസ് വരെയാണ് പെർ മന്ത് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അക്കോർഡിംഗ് ടു ദർ
എന്താ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ അവരുടെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ MD കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചിട്ട് അവർക്ക് അത്ര ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നേഴ്സുമാരുടെ കാര്യങ്ങൾ വന്നാലും നേഴ്സുമാർക്കൊരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ INC പോലത്തെ അക്രിയേറ്റഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കണം അത്. പിന്നെ BSc ഡിഗ്രി ഉള്ളവർക്കൊരു മുൻഗണനയാണ്. GNM എടുത്തിട്ട് പോസ്റ്റ് BSc എടുത്തവർക്കും ഈ സെയിം ഇതൊക്കെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കിട്ടും. നേഴ്സുമാരുടെ പെർ മന്ത് സാലറി എന്ന് പറയുന്നത് 6,000 AED മുതൽ 50,000 AED വരെയാണ്. സോറി GNMകാർക്ക് ഇത് കുറച്ച് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc എടുത്തവർക്ക് ഈ സെയിം സാലറി തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിൽ 4ാമതായി വരുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ അവർക്ക് BCom MCom പഠിച്ചവർക്കൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതുമാത്രമല്ല സർട്ടിഫിക്കേഷൻസ് ലൈക്ക് CPA CFA ഓർ ACCA ഒക്കെ ഉള്ളവർക്കൊരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അതുമാത്രമല്ല അതിന് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോഡലിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. ഈ വക സ്കിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി അത് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ് എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസിന് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 10K AED to 35K AED ആണ് പെർ മന്ത്. അതും നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവലും നിങ്ങളുടെ എൻട്രി ലെവലും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ സാലറി ലഭിക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5ാമതായി വരുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഏതൊരു കമ്പനീസ് ആണെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് വെച്ചാൽ അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കൂടിയാണ്. അപ്പോൾ അതിനെന്തായാലും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്. ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണിത്. അപ്പം അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാം. ദുബായിൽ നമുക്കൊരു ആസ് ആൻ എംപ്ലോയി ആൻഡ് ഫ്രീലാൻസ് ആയിട്ടും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫ്രീലാൻസ് വിസയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ഒറ്റയ്ക്കായിട്ട് നമുക്ക് ക്ലയൻസ് നമ്മളെടുത്തിട്ട് വന്നിട്ട് തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് അത് വർക്ക് ചെയ്യാം. നല്ലൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ഉണ്ടാക്കാം. സോ നമുക്ക് അങ്ങനെ ഇപ്പം ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഒക്കെ ഉള്ള റിലേറ്റഡ് ഫീൽഡ്സിലുള്ളവർക്കൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട്. വിത്ത് 2-3 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ AED 50,000 rupees to ഒരു 40,000 പെർ മന്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾ പറയുന്ന സാലറിയാണ്, നിങ്ങൾ പറയുന്ന പേയ്മെൻ്റ് ആണ് അതിന് ലഭിക്കുക നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 6ാമതായി വരുന്നതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊജക്ട് മാനേജേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇപ്പോഴും അറിയാം ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സൈഡൊക്കെ ദുബായിൽ ഇപ്പോഴും സ്ട്രോങ് ആണ്. ഇപ്പോഴും അവിടെ നിരവധി അവസരങ്ങളാണ് ആ മേഖലയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും പിന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഉള്ളവർക്കൊക്കെ ഈ മേഖലയിലൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. അതുമാത്രമല്ല ഒരു PNB സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാത്രം അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ AED 20,000 to 40,000 ആണ് പെർ മന്ത് കിട്ടുക. അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള, അതും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ 7ാമതായി വരുന്നതെന്ന് വെച്ചാൽ ലീഗൽ അഡ്വൈസേഴ്സ് ആണ്. അപ്പോൾ അറിയാം ലോയേഴ്സ് നമ്മുടെ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ ലോയറായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദുബായിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ട നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോ ഡിഗ്രി ഇൻ കോർപ്പറേറ്റ് ഓർ കൊമേഴ്ഷ്യൽ ലോ സ്പെഷ്യലൈസേഷൻ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടത്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ AED 55,000 to 19,000 വരെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ മേഖലയിലാണ് നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉള്ളവരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദുബായിലേക്കൊക്കെ ജോലി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, യൂസ്ഫുൾ ആവട്ടെ. അതുമാത്രമല്ല ഇതിൽ ഓൺലൈൻ ത്രൂ ഈ വേക്കൻസിനെ പറ്റിയൊക്കെ അറിയാനും അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാനും പറ്റിയിട്ട് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡീഡ്, നൗക്രി, പിന്നെ ലിങ്ക്ഡിൻ പോലത്തെ കുറച്ച് വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. ഓക്കെ.